കോൺഗ്രസ് നേതാവ് NS നുസൂർ വിഷയത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് DGPക്ക് പരാതി നൽകിയെന്നും NS നുസൂർ വ്യക്തമാക്കി. ഷാഫി പറമ്പിലും രാഹുൽ മങ്കൂട്ടത്തിലും ചേർന്ന് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നടക്കം കോടികൾ പിരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ തുക യൂത്ത് കോൺഗ്രസിന് ലഭിച്ചിട്ടില്ല. ഇക്കാര്യം ഷാഫി പറമ്പിൽ നിഷേധിച്ചാൽ തെളിവുകൾ പുറത്തുവിടുമെന്നും NS നുസൂർ പറഞ്ഞു. വയനാട് ഫണ്ട് തട്ടിപ്പുൾപ്പെടെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്ന നിരവധി തട്ടിപ്പുകളെക്കുറിച്ചാണ് യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ NS നുസൂർ വെളിപ്പെടുത്തിയത്. വയനാട്ടിൽ 5,38 ലക്ഷം രൂപ പിരിച്ചു എന്നതാണ് കോൺഗ്രസ് പറഞ്ഞ കണക്ക്. യഥാർത്ഥത്തിൽ ആപ്പ് ഉപയോഗിച്ച് പിരിച്ച തുക ഇതല്ല. കോൺഗ്രസ് നേതാക്കൾ യഥാർത്ഥ കണക്ക് പറയില്ലെന്ന് ഉറപ്പുണ്ട്. വസ്തുത അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് DGPക്ക് പരാതി നൽകി. വയനാട് ദുരന്തത്തിൽ കോൺഗ്രസ് നടത്തിയത് സംഘടിത കൊള്ളയെന്നും നുസൂർ കുറ്റപ്പെടുത്തി. ഇത് സമഗ്രമായ അന്വേഷണം ഇതിനകത്ത് നടത്തിയേ മതിയാകൂ എന്ന് കാണിച്ച് DGPക്ക് കൊടുത്ത പരാതി അത് മുന്നോട്ട് പോകും. ഇത് സംഘടിതമായ ഒരു കൊള്ളയാണ്. കേരളത്തിൽ വയനാടിൻ്റെ പേരിൽ എൻ്റെ മുൻപത്തെ പ്രസ്ഥാനം ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ പലതരത്തിലുമുള്ള ഓഫറുകൾ നൽകി നിൽക്കുന്ന പ്രസ്ഥാനം ചെയ്ത് ആ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾക്ക് ഉത്തരവാദിത്തമുണ്ട്. കോൺഗ്രസ് പ്രസ്ഥാനത്തിനകത്തുള്ള സോഷ്യൽ മീഡിയ വഴിയെങ്കിലും വ്യക്തമായ കണക്ക്, കയ്യിൽ എത്ര രൂപ കിട്ടി, ആപ്പ് വഴി കറക്റ്റായി എത്ര രൂപ പിരിച്ചെടുത്തു, വ്യക്തിഗത വിവരങ്ങൾ, അങ്ങനെയുള്ള കണക്ക് ജനങ്ങൾക്ക് മുമ്പിൽ വെക്കാൻ കഴിയുമോ? 2018 പ്രളയകാലത്തും കോൺഗ്രസ് ഫണ്ട് പിരിവ് നടത്തി. അതിന്റെ കണക്കുകളൊന്നും പുറത്തു വന്നിട്ടില്ല. ഇതിനു പുറമെ ഷാഫി പറമ്പിലും രാഹുൽ മങ്കോട്ടത്തിലും ചേർന്ന് ഓവർസീസ് കോൺഗ്രസിന്റെ ഭാഗമായി വിദേശത്ത് നിന്ന് കോടികൾ പിരിച്ചു. ദൗർഭാഗ്യവശാൽ ഈ കണക്കുകളൊന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി കണ്ടിട്ടില്ല. വിദേശത്ത് നിന്ന് ഫണ്ട് കൈപ്പറ്റിയിട്ടില്ല എന്ന് ഷാഫി പറഞ്ഞാൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിടാമെന്നും നുസൂർ വെല്ലുവിളിച്ചു. ഞാൻ അതാണ് പറഞ്ഞത്. ഒന്നുകിൽ ഷാഫിയും രാഹുൽ മാങ്കൂട്ടവും വിദേശത്ത് നിന്ന് ഫണ്ട് സ്വീകരിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞ UAE, ദമാം, ജുബൈൽ, കുവൈറ്റ്, റിയാദ്, ബഹ്റിൻ, ജിദ്ദ ചാപ്റ്ററുകളും ഖത്തർ ഇൻകാസും അവരുടെ കയ്യിൽ നിന്ന് 1 രൂപ പോലും യൂത്ത് കോൺഗ്രസിൻ്റെ പേരിൽ കൈപ്പറ്റിയിട്ടില്ല എന്ന് ഷാഫി വ്യക്തമാക്കണം. ഷാഫി അങ്ങനെ വ്യക്തമാക്കിയാൽ